ഒരു കൃപയുടെ വലിയൊരു ഒഴുക്ക്, ഒരു ചാനല്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ചാലുകൾ തുറക്കപ്പെടണം, കൃപ ഒഴുകുന്നത് അനുഭവിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കൃപയൊന്ന് തുറന്നു വിടുവാൻ പോകണം നമുക്ക് വേണ്ടി. എന്നാൽ ആ കൃപ സ്വീകരിക്കുവാൻ നീ തയ്യാറാകുമോ? ഹല്ലേലൂയ. നോഹ ആ കൃപ സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയ ഹല്ലേലൂയ ദൂതൻ പറഞ്ഞപ്പോഴേ ആ കൃപ സ്വീകരിച്ചു, അവരിലെ അത് പ്രവർത്തിച്ചു. പൗലോസിന് കൊടുത്തായ കൃപ അവൻ പ്രയോജനകരം ആക്കി തീർത്തു. ഇന്ന് പലക്കാലം ആ കൃപ നമ്മളിലേക്ക് ഒഴുകി വരുമ്പോൾ ഹല്ലേലൂയ ആ കൃപയാൽ നമ്മളെ അവൻ നിറയ്ക്കുമ്പോഴെന്തുമാണ് ആ കൃപയുടെ പ്രയോജനം നമ്മളിൽ നിന്നുണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ കൃപയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4-ന്റെ-33-ാം വാക്യം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു, എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഇവിടെ പറയാണ് അപ്പോസ്തലന്മാർ സഭയുടെ ആരംഭമാണ്. അവിടെ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന്, കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ആ യാഥാർത്ഥ്യത്തിന് അവര് സാക്ഷ്യം വഹിച്ചു. അവര് സാക്ഷ്യം പറഞ്ഞു. എന്നിട്ട് പറയാണ് എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അപ്പോൾ ഹല്ലേലൂയ കൃപയുടെ ആ മഹത്വം നോക്കിക്കേ. അല്പം കൃപയല്ല, ധാരാളം കൃപ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അണ പൊട്ടി ഒഴുകുന്നത് പോലെ ധാരാളം കൃപ എന്നിലേക്ക് അയക്കുവാനായിട്ട്, നിന്നിലേക്ക് അയക്കുവാനായിട്ട് കർത്താവിനെ സാധിക്കും. ഹല്ലേലൂയ. അപ്പോഴേ ധാരാളം കൃപ ഹല്ലേലൂയ അവരെ അനുഭവിച്ചുവെങ്കിൽ ആ ധാരാളം കൃപ എന്തുവാണ് എന്നിലേക്കും നിന്നിലേക്കും കടന്നു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൃപ എന്തുവാണ്? ചിലരുടെ മാത്രം കുത്തകയല്ല. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് ചിലർക്ക് മാത്രമേ കൃപ ലഭിക്കുള്ളൂ. എന്നാൽ കൃപ എന്ന് പറയുന്നത് എന്റെയും നിന്റെയും കുത്തകയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ എല്ലാ ദൈവമക്കളുടെയും കുത്തകയാണ്. ഹല്ലേലൂയ. അവകാശമാണ് കൃപ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും കൃപ ലഭിച്ചു. ഹല്ലേലൂയ. എല്ലാവർക്കും കൃപ ലഭിച്ചു എന്ന് നമ്മൾ വായിച്ചപ്പോൾ കൃപാവരങ്ങൾ ചിലപ്പോൾ ചിലർക്ക് മാത്രം ലഭിക്കുകയുള്ളൂ. എന്നാൽ എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നാണ് എന്തുവാണ് കൃപ എന്ന് പറയുന്നത്. ചില കൃപാവരങ്ങൾ ചിലരെയൊക്കെ കർത്താവ് എന്തുവാണ് എടുത്തുപയോഗിക്കുന്നു, ഏൽപ്പിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ ഏതൊരു വ്യക്തിക്കും എന്തുവാണ് കൃപ ധാരാളമായി അനുഭവിക്കാനായിട്ട് സാധിക്കും. പാസ്റ്ററിന് മാത്രമല്ല കൃപ ഹല്ലേലൂയ, അല്ലെങ്കിൽ ചില ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മാത്രമല്ല കൃപ എല്ലാവർക്കും എന്തുവാണ് കൃപ ധാരാളമായി അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ ഹല്ലേലൂയ. വീണ്ടും നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15 നമ്മൾ വായിക്കുമ്പോൾ അവിടെയും കൃപയെ കുറിച്ച് പറയുന്നത് ധാരാളം കൃപ. അവിടെ നമ്മൾ വായിച്ചു. ഇവിടെ ഒന്ന് വായിച്ചാട്ടെ. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തം അതിലെയാകുന്നു. അപ്പോൾ ഇവിടെ പറയാണ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 4-ന്റെ-15 പറയാണ് കൃപ പലരിലും പെരുകി. അപ്പോഴേ കൃപയ്ക്കൊരു പെരുപ്പം അല്ലെങ്കിൽ കൃപയ്ക്ക് ഒരു വർധനവ് ഉണ്ടായതായിട്ട് അവിടെ നമ്മൾ ധാരാളം കൃപ പ്രാപിച്ചു. ഇവിടെ എന്തുവാണ് കൃപ പലരിലും പെരുകി. അപ്പോഴേ ഇന്ന് പലക്കാലം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്തുവാണ് ആ കൃപ പലരിലും പുതിയ നിയമത്തിൽ എന്തുവാണ് ഹല്ലേലൂയ പെരുകിയതുപോലെ ആ പലരിൽ ചിലർ നമ്മളാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പോൽക്കാലം കർത്താവ് ആ പലരിൽ എന്തുവാണ് എന്നെ നീ ചേർക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പലരിലും ദൈവത്തിന്റെ കൃപ ധാരാളമായി എന്തുവാണ് അവർ പ്രാപിച്ചതുപോലെ ആ പലരായ ഹല്ലേലൂയ ആളുകളിലെ എന്നെയും എന്തുവാണ് ആക്കി തീർക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ പലരിലെ ഒരാളായി എന്തുവാണ് എനിക്കും നിനക്കും ചേരുവാനായിട്ട് തീരുവാനായിട്ട് സാധിക്കും. അപ്പോഴെ കൃപ പലരിലും പെരുകി ആ കൃപ പെരുകിയ ഒരാളായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിനോട് ചോദിച്ചാല് ദാവീദ് പറയും 18-ാം സങ്കീർത്തനം 33-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വായിക്കാട്ടെ. 18-ന്റെ-33-ാം വാക്യം. അവൻ എന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമ്രശാപം കുലയ്ക്കുന്നു. അപ്പോൾ ഇവിടെ അതിന്റെ 32-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ ദാവീദ് പറയാണ്. എന്നിട്ട് പറയാണ് അവന് എന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി എന്റെ ഗിരികളിനെ നിൽക്കുമാറാക്കുന്നപ്പോൾ ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും ഈ കൃപ എന്നെ എന്തുവാണ് ഗിരികളിൽ നിൽക്കുമാറാക്കി. ഗിരി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഹല്ലേലൂയ ഉയർന്ന സ്ഥലം
അല്ലെങ്കിൽ പർവ്വതം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണം നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. യേശു എന്താണ് മലയുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് സംസാരിച്ചു. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണം നമ്മൾ വായിക്കുന്നത്. ഇവിടെ ദാവീദ് പറയാണ് എന്നെ ഗിരികളിലെ നിർത്തുന്നതായി. ഒരു ഹൈ പ്ലേസിൽ എന്തുവാണ് ദാവീദിനെ കൊണ്ട് നിർത്തിയത് ദൈവത്തിന്റെ കൃപയെന്ന് ദാവീദ് പറയും. ഇന്ന് പോൽക്കാലം പ്രിയമുള്ളവരെ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ചില ഹൈ പ്ലേസുകളിൽ കൊണ്ട് നിർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പോൽക്കാലം എത്ര ദൈവത്തിന്റെ കൃപയ്ക്ക് അത് സാധിക്കും. ചിലപ്പോൾ നിന്നെ ചില സ്ഥാനങ്ങളിലെ എത്തിക്കുവാനായിട്ട് ഹല്ലേലൂയ പലർക്കും സാധിക്കുകയില്ല. നീ പലത് ചെയ്താലും ചിലപ്പോൾ സാധിക്കുകയില്ല. എന്നാൽ ദാവീദിനെ പോലെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്നെ ചില ഹൈ പ്ലേസിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് നിർത്തുവാനായിട്ട് ദൈവത്തിന്റെ കൃപയ്ക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങളിൽ നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു നിർണയമുണ്ട്. ആ നിർണയം 100% നിറവേറ്റപ്പെടും. ഹല്ലേലൂയ. കർത്താവ് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും നിർണയിച്ച കാര്യം നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹേരോദാവിന്റെ നിർണയം എന്തായിരുന്നു പത്രോസിനെ കുറിച്ചുള്ളത്? അദ്ദേഹം വിചാരിച്ചത് യാക്കോബിനെ കഴിഞ്ഞ ദിവസം വാളുകൊണ്ട് കൊന്നു. ഇപ്പോൾ പത്രോസിനെ പിടിച്ച് ഇനിയും ജയിലിലെ കാരാഗ്രഹത്തിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനും എന്തുവാണ് അവിടെ അവസാനിപ്പിക്കാം, അവനെയും കൊല്ലാം, അവനെ തീർക്കാം എന്നുള്ളതായിരുന്നു ഹേരോദാവിന്റെ എന്തുവാണ് നിർണയം. എന്നാൽ ദൈവത്തിന്റെ നിർണയം അവനെ കുറിച്ചുള്ളത് അവന് വലിയ അപ്പോസ്തലനായി തീരണം. ദൈവത്തിന്റെ നിർണയം അവന് നിറവേറി. കരങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഹാമാന്റെ നിർണയം എന്തുവാണ്? മൊർദെഖായിയെ കുറിച്ചുള്ളത് എന്തുവായിരുന്നു? ഹല്ലേലൂയ. അവനെ എങ്ങനെയെങ്കിലും എന്തുവാണ് അവനെ കഴുകുമരത്തിൽ കയറ്റണം, അവനെ അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഹാമാന്റെ നിർണയം. എന്നാൽ ദൈവത്തിന്റെ നിർണയം എന്തായിരുന്നു? ഹല്ലേലൂയ. മൊർദെഖായിയെ കുറിച്ചുള്ളത് അവന്റെ സ്വന്തം ജനത്തിന്റെ വിടുതലിന് വേണ്ടി അവനെ ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ നിർണയം എന്തുവാണ്? അവരിൽ എന്തുവാണ് നിറവേറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് രൂത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവര് ഒത്തിരി നാൾ മോവാബിൽ വന്ന് താമസിച്ചു. ഭർത്താവ് മരിച്ചു, കുഞ്ഞുങ്ങളും 2 ആൺപിള്ളേരും മരിച്ചു. അപ്പോൾ രൂത്തും നവോമിയും തിരിച്ചു പോകുന്നതായ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവരവിടെ ചെന്നപ്പോൾ ഈ രൂത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാലും കാല പൊറുക്കി ഹല്ലേലൂയ അമ്മായിയമ്മയ്ക്കും അവൾക്കും എന്താണ് ആഹാരം യുവത്തപ്പം ഉണ്ടാക്കി അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കി എങ്ങനെയും പട്ടിണി ഒന്ന് മാറ്റിയാൽ മതിയെന്നായിരുന്നു അവളുടെ നിർണയം. എന്നാൽ ദൈവത്തിന്റെ നിർണയം അവളെക്കുറിച്ച് അതല്ലായിരുന്നു, കാല പൊറുക്കുക എന്നുള്ളതല്ലായിരുന്നു. എന്നാൽ അവൾ ഏത് ഫീൽഡിൽ കാല പൊറുക്കുവാൻ പോയോ അതെല്ലാം അവിടെ അവകാശമാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ നിർണയം. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളെക്കുറിച്ച് നമുക്ക് ചില നിർണയങ്ങൾ കാണും. എന്നാൽ പറയാം കർത്താവ് നിന്റെ നിർണയം എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് ഹല്ലേലൂയ പലർക്കും പല നിർണയങ്ങൾ കാണും, പലരും പലത് പറഞ്ഞു കാണും. എന്നാൽ പ്രിയമുള്ളവര് ഇന്ന് പോൽക്കാലം കർത്താവിന്റെ നിർണയം നമ്മളിലെ നടക്കുമെന്ന് ഞാനും നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദാവീദിനെ ഗിരികളിലെ നിർത്തിയ കർത്താവ് എന്നെയും നിന്നെയും നിർത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. നമ്മള് യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹല്ലേലൂയ നീറോ ചക്രവർത്തി വിചാരിച്ചു യവനെ പത്മോസിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ യവന് അവിടെ കിടന്നങ്ങ് തീരും. അതായിരുന്നു നീറോയുടെ നിർണയം. ആരെക്കുറിച്ചുള്ളത്? അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ച്. എന്നാൽ ദൈവത്തിന് യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചൊരു വലിയ നിർണയം ഉണ്ടായിരുന്നു. ദൈവത്തിന് യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചുള്ള നിർണയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഈ വെളിപ്പാട് പുസ്തകം എഴുതണം. വെളിപ്പാട് പുസ്തകം അദ്ദേഹം എഴുതിയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ വേദപുസ്തകം പൂർണ്ണമാകുകയുള്ളൂ. നമുക്കും ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ സാധിക്കുള്ള ഒരു സ്വർഗമോ നരകമോ ഒരു ഹല്ലേലൂയ പുതിയ ഭൂമി ഹല്ലേലൂയ നമുക്ക് ഒത്തിരി സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ എന്തുവാണ് വായിക്കുവാൻ സാധിക്കുന്നതായ ഒരേ ഒരു പുസ്തകമാണ് റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം. അപ്പോഴേ ദൈവത്തിന്റെ നിർണയം എന്തുവാണ്? അവനെ പത്മോസിൽ വിട്ടാല് നീറോ വിചാരിച്ചു അവൻ അവസാനിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ തന്നെയും ദൈവത്തിന്റെ നിർണയം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഹല്ലേലൂയ ഈ വെളിപ്പാടുകൾ കാണണം, വെളിപ്പാട് പുസ്തകം എഴുതണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെതായ അവനോടുള്ളതായ ദൈവത്തിന്റെ നിർണയം. ഇന്ന് പോൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിന് എന്നെ കുറിച്ചൊരു നിർണയമുണ്ട്? യെസ്, അത് വിശ്വസിക്കുന്നവരെ ആത്മാർത്ഥമായ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ.
ആ നിർണയം നിറവേറുമെന്ന് വിശ്വസിക്കുന്ന അല്പവരെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഈ 2025 എന്തുവാണ് കർത്താവ് നിർണയിച്ചുള്ളതായ ചില കാര്യങ്ങൾ നിന്റെ ഭവനത്തിൽ നടക്കുവാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിലെ കുഞ്ഞുങ്ങളിലെ നടക്കുവാൻ പോവുകയാണ്, എന്നിലെ നടക്കുവാൻ പോവുകയാണ്, നിങ്ങളിലെ നടക്കുവാൻ പോവുകയാണ്, നമ്മുടെ സഭയിലെ നടക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ! ദൈവത്തിന്റെ നിർണയം നടക്കും. ദൈവം നിർണയിച്ച കാര്യങ്ങള് ചെയ്തെടുക്കുവാനുള്ളതായ കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചിലരൊക്കെ ചില കാര്യങ്ങൾ നിർണയിച്ചാൽ നാളെ അവർക്ക് പാപ്പരാകാം, നാളെ അവരുടെ സിറ്റുവേഷനൊക്കെ വ്യത്യാസം ഉണ്ടാകാം. എന്നാൽ ദൈവം ഒരു കാര്യം നിന്നെക്കുറിച്ച് നിർണയിച്ചാൽ തീർച്ചയായിട്ടും എന്തുവാണ്? ഹല്ലേലൂയ! അത് നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദാവീദിനെ ഗിരികളിലെ ഹൈ പ്ലേസിലെ നിർത്തിയതായ ദൈവകൃപ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ചില സ്ഥാനങ്ങളിലെ കർത്താവ് എന്നെയും നിന്നെയും കൊണ്ടു നിർത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ! അത് കർത്താവ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മളത് കാണുവാനായിട്ട് പോവുകയാണ്. എന്നാൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവം കർത്താവ് നമ്മളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതായ ആ കൃപയ്ക്കൊരു വർധനവ് ഉണ്ടാകണം. നമ്മളെ ചില സ്ഥാനങ്ങളിലൊക്കെ ദൈവം ആക്കി വെച്ചിരിക്കുന്നതിന് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. എസ്തേറിന് കിട്ടിയതായ സ്ഥാനം എന്തുവാണ്? അവൾ ഉപയോഗിച്ചു. എസ്തേറിനെ രാജ്ഞിയായി, എന്നാൽ അവളുടെ സ്വന്തം ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തുവാണ് അവള് പ്രവർത്തിച്ചു എന്ന് എസ്തറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ സ്ഥാനവും അവിടെ മാനവും എല്ലാം എന്തുവാണ്? അവിടെ സ്വന്തം ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തുവാണ് അവള് ഉപയോഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പലതും എന്തുവാണ്? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ആർക്കും ഒന്നും കർത്താവ് ഏൽപ്പിച്ചിട്ടില്ലെന്ന് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. നമ്മളെ എല്ലാം കർത്താവ് ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. കൃപ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, സമ്പത്ത് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ! ദൈവത്തിന് വചനം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, കൃപകൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, കൃപാവരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ! നല്ല ബുദ്ധി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കാൻ ഐഡിയാസ് കർത്താവ് തന്നിട്ടുണ്ട്. ഇതെല്ലാം കർത്താവ് നമ്മളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരണം. ജോസഫിന് കിട്ടിയതായ സ്ഥാനം എന്തുവാണ്? അവന് ഒരു സ്ഥാനത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്തുവാണ്? അവന്റെ അപ്പന്റെയും സഹോദരന്മാരുടെയും പട്ടിണി മാറ്റുവാനായിട്ട് അവന്റെ ആ സ്ഥാനം അവൻ ഉപയോഗിച്ചു. ഹല്ലേലൂയ! എന്നെയും നിന്നെയും ചില സ്ഥാനങ്ങളിൽ കർത്താവ് കൊണ്ടെത്തിക്കുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പൽക്കാലം എത്ര കർത്താവ് നീ എന്നെ കൊണ്ട് എത്തിക്കുന്നതായ ആ സ്ഥാനങ്ങളിൽ ഞാൻ വിശ്വസ്തനായി അത് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാനും നീ പറയുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്നെ പ്രയോജനകരമാക്കുവാനായിട്ട് പോവുകയാണ്. നിന്നിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതായ കൃപ അല്ലെങ്കിൽ നിന്നിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതായ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ! സമയം മുന്നോട്ട് പോവുകയാണ്. തീത്തോസിന്റെ പുസ്തകം നമ്മൾ എടുക്കാം. അവന്റെ 2-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൃപയുടെ ഒരു സുവർണ കണ്ണികൾ തന്നെ ചില കണ്ണികൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ലാഡർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു 7 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ 7 കൂട്ടം കാര്യങ്ങൾ ആ ഭാഗത്ത് ഹല്ലേലൂയ ടൈറ്റസ് തീത്തോസിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ ഒന്ന് വായിച്ചാട്ടെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അവിടെ നമ്മൾ 11-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പം കൃപ തന്നതായ ഒരനുഗ്രഹം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷയാണ്. അതുകൊണ്ടാണ് ദൈവത്തിനോട് പറയുന്നത്, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിലെ മനുഷ്യരിടയിലെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടതായ മറ്റൊരു നാമമില്ല, യേശുവിന്റെ നാമമല്ലാതെ ഒരു നാമമില്ല. ഒരു വലിയ നക്ഷത്രം എന്തുവാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ! ആകാശത്ത് നിൽക്കുന്നത് പോലെ
നമ്മുടെ കർത്താവ് ഹല്ലേലൂയ മനുഷ്യരെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ രക്ഷയെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സകല മനുഷ്യർക്കുമുള്ളതാണ് രക്ഷയെന്ന് പറയുന്നത്. അത് കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ബ്രൗൺ കളറാകട്ടെ, ഏത് രാജ്യക്കാരനായിട്ട് രക്ഷയെന്ന് പറയുന്നത് ഹല്ലേലൂയ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ കർത്താവ് ഉദയം ചെയ്തത് രക്ഷ സകല മനുഷ്യർക്കും തരുവാൻ വേണ്ടിയാണ് കർത്താവ് ഉദയം ചെയ്തത്. ഹല്ലേലൂയ രക്ഷ സകല മനുഷ്യർക്കും, അത് ലോകത്തെ എവിടെയെല്ലാം ജനങ്ങളുണ്ടോ അവർക്കെല്ലാം ഹല്ലേലൂയ രക്ഷ കർത്താവ് കൊടുക്കുവാൻ താല്പര്യം. അപ്പോൾ ആ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതായ ഒരു വലിയ ചുമതല നമുക്കുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് എന്നിലും നിന്നിലും ചിലത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഹല്ലേലൂയ അവരെ കർത്താവിലേക്ക് നടത്തുവാനായിട്ട്. ഞാൻ പലപ്പോഴും എന്താണ്, നമുക്ക് ചിലപ്പോൾ ചിലരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും നമുക്ക് ചിലപ്പോൾ ഓഫർ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നിന്റെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ ആ രക്ഷ നിനക്ക് പറയാം. എന്നാൽ ഒരു കാര്യം പറയാൻ എനിക്ക് നിനക്ക് സാധിക്കും, ദൈവം തൻ്റെ കൃപ നിനക്ക് തരുമെന്ന് പറയും. അതെങ്കിലും പറയുവാൻ നമുക്ക് സാധിക്കും. നീ കർത്താവിനെ അറിഞ്ഞാൽ, നീ കർത്താവിനെ സ്വീകരിച്ചാൽ, നീ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിനക്ക് കർത്താവ് കൃപ തരുമെന്ന് പറഞ്ഞാൽ മതി. ആ കൃപയുടെ പാക്കേജിനകത്ത് സകലതുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കൃപ തരുന്നതായ അനുഗ്രഹം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷ. അതുകൊണ്ടാണ് പറഞ്ഞത് റോമാലേഖനം 5:2 കൃപയാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശനം ലഭിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് കൃപ തരുന്ന നിർദ്ദേശം എന്തുവാണ്? ഭക്തിയോടും പ്രപഞ്ച മോഹങ്ങളെ വർജിച്ചിട്ട്. അപ്പോഴേ ഹല്ലേലൂയ കൃപ തരുന്നതായ ഒരു നിർദ്ദേശം എന്നോടും നിന്നോടും ഉള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തിയോ ഹല്ലേലൂയ ഭക്തിക്കേടും ഉണ്ട്, അതുപോലെ പ്രപഞ്ച മോഹങ്ങളുണ്ട്. അതിനോട് നോ പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒന്നാണ് ദൈവത്തിന് കൃപയെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളം പറഞ്ഞാൽ വേറെ 10 കള്ളം പറയണം ആ ഒരു കള്ളം മറയ്ക്കുവാനായിട്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപം പലപ്പോഴും നമ്മളിൽ ഉണ്ടാകും. എന്നാൽ ആ പാപം മറയ്ക്കുവാൻ നമ്മൾ നോക്കും. എന്നാൽ ഈ ദിവസങ്ങളിൽ എനിക്കും നിനക്കും വേണ്ട കൃപ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്തിട്ട് അത് മറയ്ക്കുവാനുള്ള കൃപയല്ല, എന്നാൽ പാപം ചെയ്യാതിരിക്കുവാനുള്ളതായി കൃപ. എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവ് പാപം ചെയ്തിട്ട് മറയ്ക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ പാപത്തിൽ അകപ്പെടാതെ പാപം ചെയ്യാതിരിക്കുവാനുള്ളതായ കൃപ എന്നിൽ നീ അയക്കേണ്ടവേ എന്ന് പറയുന്നുവെങ്കിൽ എന്തുവാണ്? പ്രപഞ്ച മോഹങ്ങളെ വർജിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഭക്തികേടിനോട് നോ പറയുവാനായിട്ട്, പാപത്തോട് നോ പറയുവാനായിട്ട്. ചിലപ്പോൾ എന്തുവാണ്? എനിക്ക് നിനക്ക് സാധിക്കയില്ല, എന്നാൽ ദൈവകൃപയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ. എന്നിലും നിന്നിലും ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതായ കൃപയ്ക്ക് ഒരു ശക്തിയുണ്ട്. എന്തുവാണ്? പാപത്തോട് പോരാടുവാൻ, പാപത്തോട് നോ പറയുവാൻ, പ്രപഞ്ച മോഹങ്ങളെ വർജിക്കുവാൻ, ഭക്തികേടിനോട് നോ പറയുവാനുള്ളതായ ഹല്ലേലൂയ കപ്പാസിറ്റി കൃപയ്ക്കുണ്ട്. ഈ ദിവസങ്ങൾ എന്തുവാണ്? പാപം മറക്കുകയല്ല, എന്നാൽ പാപം ചെയ്യാതിരിക്കുവാനായിട്ടുള്ളതായ കൃപ നമ്മൾ കർത്താവ് തരട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവിടെ മൂന്നാമത് പറയുന്നത് കൃപ കൃപയ്ക്ക് ഉണ്ടാകുന്നതായ പ്രത്യാശ, തേജസ്സിന്റെ പ്രത്യാശയ്ക്കായി കാത്തുകൊണ്ട്. അപ്പോൾ കൃപ നമ്മളിൽ കൃപയുണ്ടെങ്കിൽ എന്തുവാണ്? നമുക്ക് പ്രത്യാശയുണ്ട്. പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കും നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി. കൃപയുള്ളവരുടെ ഒരു സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യാശയുണ്ട്. അവരുടെ പ്രത്യാശ നമ്മുടെ അരുമനാഥൻ ഇന്നല്ലെങ്കിൽ നാളെ വരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കൃപയുള്ളവർ പ്രത്യാശയുള്ളവരായിരിക്കും. അതാണ് ഇവിടെ തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ കൃപ കൊടുത്ത ഒരു വിലയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ കൃപ കൃപയ്ക്ക് വേണ്ടി എന്തുവാണ്? ദൈവം വലിയൊരു കൃപ കൊടുത്തു, വലിയൊരു വില കൊടുത്തു. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടത് എന്നിലേക്ക് നിന്നിലേക്ക് ആ കൃപ അയക്കുവാൻ വേണ്ടിയായിരുന്നു. ആ കർത്താവിന് കരങ്ങളിട്ട് നല്ല മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കൃപ ലഭിക്കുവാൻ വേണ്ടി എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി വലിയ ഒരു വില കർത്താവ് കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ എന്തുവാണ് കർത്താവിനെ സേവിക്കുവാനും ഈ കൃപയ്ക്ക് വേണ്ടി ഒരു വലിയ വില കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് എന്നിലേക്കും നിന്നിലേക്കും കൃപ അയക്കുവാൻ വേണ്ടി ഒരു വലിയ വില കർത്താവ് കൊടുത്തുവെങ്കിൽ എന്തുവാണ്? ഞാനും നീയും ആ കൃപയുടെ വിലയൊന്ന് മനസ്സിലാക്കണം. ഞാനും നീയും ആ കൃപയുടെ വില മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആ കൃപ എന്തുവാണ്? നമ്മൾ വളരെ വില കുറഞ്ഞ ഒന്നാക്കി തീർക്കുകയാണ്. കർത്താവ്
നിനക്കും നിനക്കും തന്നിരിക്കുന്ന ഈ കൃപ വില കുറഞ്ഞ ഒന്നാക്കി തീർക്കുവാനായിട്ട് കർത്താവ് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. കാര്യം ഒരു വലിയ വില എന്നിലേക്ക് കൃപ അയച്ച കർത്താവ് കൊടുത്തു. അതിനായി എന്തുവാണ് കൃപയ്ക്ക് വിലയുണ്ടേ നമ്മൾ മനസ്സിലാക്കണം. കൃപയിൽ നിൽക്കുവാനായിട്ട് ഒരു വലിയ വില കൊടുക്കണം ഈ ദിവസങ്ങളിൽ. അതാണ് കർത്താവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, കൃപയുടെ ലക്ഷ്യം എന്തുവാണ്? ഹല്ലേലൂയ. കൃപയുടെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സകല അധർമ്മത്തിൽ നിന്നുള്ളതായ വീണ്ടെടുപ്പ്. അപ്പോൾ നീ കൃപയിൽ നിൽക്കുന്നുവെങ്കിൽ എന്തുവാണ്? നിനക്കൊരു ഫൈനൽ വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത് ഹല്ലേലൂയ കൃപയിൽ നിൽക്കുന്നതായ ഒരു വ്യക്തിയിലെ ആ വീണ്ടെടുപ്പ് എന്തുവാണ്? ഹല്ലേലൂയ. സകല അധർമ്മം, ഇവിടെ അധർമ്മമുണ്ട്, ഇവിടെ പാപമുണ്ട്, എന്നാൽ അതിൽ നിന്നെല്ലാം എന്തുവാണ്? നിന്നെ വീണ്ടെടുക്കും. എന്തുവാണ്? നിന്നിലെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതായ ആ കൃപ. അതുകൊണ്ട് ആ കൃപയിൽ നമ്മൾ നിൽക്കണം. കൃപയിൽ നിൽക്കുന്നവർക്ക് ഒരു വലിയ വീണ്ടെടുപ്പ് ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുപോലെ കൃപ അവകാശപ്പെടുന്ന നേട്ടത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരും സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കണം തന്നെത്താന് നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ കൃപ അവകാശപ്പെടുന്നതായ ഒരു നേട്ടം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജനമായി തനിക്കായി ശുദ്ധീകരിക്കപ്പെടേണ്ടതിന്. അപ്പോൾ കൃപ നമ്മളിൽ ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃപ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തൻ്റെ സ്വന്തം ജനമായി തീർത്തത് അവൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇവിടെ 7-ാമത്തെ കാര്യം, 7-ാമത്തെ സ്റ്റെപ്പ് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: കൃപ പ്രേരിപ്പിക്കുന്ന തീഷ്ണത, സൽപ്രവർത്തികളിലെ ശുഷ്കാന്തി ഉള്ളവരായി തീരുക. അപ്പോൾ ഹല്ലേലൂയ പൗലോസിന് കിട്ടിയ കൃപ എന്തുവാണ്? ഹല്ലേലൂയ. അദ്ദേഹം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി കാണിച്ചു. അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്ത് മിഷനറി ജേർണി, അതുപോലെ തന്നെ എവിടെയെല്ലാം കടന്നുപോയോ അവിടെയെല്ലാം പൗലോസ് വലിയൊരു തീഷ്ണത ഉണ്ടായിരുന്നു. തനിക്ക് കൊടുത്തായ ആ കൃപ എന്തുവാണ്? വളരെ തീഷ്ണതയോടുകൂടി താന് ഉപയോഗിച്ചു, പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ സൽപ്രവർത്തികൾ എന്തുവാണ്? ശുഷ്കാന്തി ഉള്ളവരായി തീരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കൃപ എന്ന് പറയുന്നത്. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ നമ്മൾ കണ്ണുകളടയ്ക്കാം, നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് പോൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് കൃപയുടെ വലിയ ഒരു ഒഴുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നിലേക്ക് അയക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ആ കൃപയുടെ ഒരു ഒഴുക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ളതായ ശക്തി അതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കൃപ പെരുകുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്നവരായി നമുക്ക് തീരാം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം അതിന് 23 വാക്യം വായിക്കുമ്പോൾ അന്ത്യോക്യ സഭയിലെ ഹല്ലേലൂയ ബർന്നബാസ് കണ്ട കൃപ കണ്ട് സന്തോഷിച്ചു എന്ന് നമുക്ക് വായിക്കുന്നു. ഇന്ന് പോൽക്കാലം ഞാൻ വിശ്വസിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ ആ കൃപയുടെ ഒഴുക്ക് നമ്മുടെ സഭയിൽ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് സന്തോഷിക്കാൻ പോവുകയാണ്. കൃപയുടെ ഒഴുക്ക് ചില കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് സന്തോഷിക്കാം. ഹല്ലേലൂയ. അത് കണ്ട് കൃപയുടെ ആ ഒഴുക്ക് കണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ സന്തോഷിക്കാൻ പോകുന്ന എത്ര പേർ പറയും? കൃപയുടെ ഒരു വലിയ ഒഴുക്ക് ഈ ദിവസങ്ങളിൽ ഞാനും നീയും ഹല്ലേലൂയ അനുഭവിക്കുവാൻ പോവുകയാണ്. കൃപ അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ഇന്ന് പലകാലം നമുക്കൊന്ന് വിളിച്ചു വരുത്താം. പറയാം, കർത്താവേ, ഇന്ന് വരെ ഞാൻ അനുഭവിക്കാത്തതായ ആ വലിയ കൃപ കർത്താവേ, ആ കൃപയുടെ ഒരു പാക്കേജ് എന്നിലേക്ക് നീ അയക്കണമേ എന്ന് പറയുന്നുവെങ്കിൽ ആ കൃപ കടന്നു വന്ന് എനിക്കും നിനക്കും ചെയ്തെടുക്കുവാൻ സാധിക്കാത്തത് കൃപ ചെയ്തെടുക്കും. എനിക്കും നിനക്കും പരിഹരിക്കുവാൻ സാധിക്കാത്തതായ ഹല്ലേലൂയ വിഷയങ്ങൾ കൃപ കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. എനിക്കും നിനക്കും നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ ഹല്ലേലൂയ കാര്യങ്ങളെ കൃപയ്ക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കും കർത്താവേ അങ്ങനെയുള്ളതായ ഒരു കൃപ എന്നിലേക്ക് അയക്കുമാറാക്കണമേ. ഹല്ലേലൂയ. നിന്റെ ബലഹീനതകളെ തുടച്ചു മാറ്റുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നിന്നെ ശക്തനാക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നിന്നെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ ചെയ്യുവാന് നിന്നെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഇന്ന് പലകാലം ആ കൃപയൊന്ന് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങൾ നമുക്കിടയാകും. എന്നിലും നിന്നിലും ഡിപ്പോസിറ്റ് ഇരിക്കുന്ന ആ കൃപ കർത്താവ് ഞാൻ ഒരിക്കലും വ്യർത്ഥമാക്കുകയില്ല എന്ന് ഇന്ന് പൽക്കാലം എത്ര പേര് പറയും? ഹല്ലേലൂയ. പൗലോസ് വ്യർത്ഥമാക്കിയില്ല. ഇന്ന് പൽക്കാലം നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എന്നില് നീ ഡിപ്പോസിറ്റ് ഇരിക്കുന്ന കൃപ കർത്താവേ വ്യർത്ഥമായി പോകരുതേ, അത് പ്രയോജനമായി തീരണം.
അതിനുവേണ്ടി എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്ന് പറയാം.